അടുത്തൊരു ലൊക്കേഷന് പോകട്ടോ. ആ മലൻ്റെ മേലായിട്ടൊരു ഏർമാടല്ലേ, ഏർമാടുണ്ട്. ഒരു ആദിവാസികൾ പെര ഒരു മരത്തിൻ്റെ മേലെ കെട്ടിയിരിക്കണം. നമുക്ക് ഇനി അവിടെ നിന്ന് പോയി നോക്കാം. അവിടെ എത്തുമ്പോൾ നീ ഇരുട്ടാകുന്നാവോ? അങ്ങനെ 3-ാം നമ്പറിലെ ഒരുപാട് കാഴ്ചകളെല്ലാം കണ്ട് അട്ടിയോട് ചേർന്നുള്ള ഒരു ചെറിയ ചായക്കടയിൽ നിന്ന് ചായയും ബജിയും എല്ലാം കഴിച്ച് നമ്മുടെ യാത്ര ആരംഭിച്ചു. അടുത്ത ഓഫ് റോഡിൻ്റെ കളിയാണ് കേട്ടോ. കേരളത്തിൽ ഇപ്പോൾ ചെക്കന്മാർ ഓഫ് റോഡ് തിരഞ്ഞെടുക്കുകയാണ്. ഇപ്പോൾ വന്നാൽ മതി, നമ്മളെ സാധാ റോഡ് വരെ ഓഫ് റോഡാണ് അല്ലേ. നമ്മളെ കിണിയമ്മയിൽ വീഡിയോ കണ്ടാൽ മതി. നമ്മളെ നാട്ടിലത്തെ റോഡ് വരെ ഓഫ് റോഡാണ്. വരുന്ന വഴി ഉണ്ടല്ലേ, കേട്ടില്ല ഓഫ് റോഡാണ്. ഇമാരി ഓഫ് റോഡൊന്നും അപൂർവമായിട്ട് കാണാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ കണ്ട ഒരുപാട് ട്രൈബ്സിൻ്റെ വീഡിയോ കണ്ടില്ലേ, അതിനൊക്കെ വ്യത്യാസമായിട്ട് കാടിനോട് ഇണങ്ങി ജീവിക്കണ കുറച്ച് ട്രൈബ്സിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോണത്. ഇത് ആനക്ക് ഇല്ല സിഗ്നലാട്ടോ. ആന ഒന്നായ്മ മുട്ടുമ്പോൾ അതുപോലെ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും. അതുപോലെ എന്തെങ്കിലും വയ്യുണ്ടോ? അടിപൊളിയാക്കി നല്ല വൃത്തിയാക്കി വെച്ചിരിക്കണം. ആ സാധനം കണ്ടോ? ആ സംഭവം കാണാൻ കേട്ടോ നമ്മൾ വന്ന്. ഇവിടെ അവിടെ ഒന്ന് പണിതുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇതിൻ്റെ മേലെ. ഇന്നൊന്ന് അവിടെ താമസിക്കുന്ന ഒരു ഏർമാടം അവിടെ മേലെയുണ്ട്. എവിടെ മേലുണ്ട്? ഇപ്പോഴുണ്ടോ മേലെ? ആന ഉണ്ടോ കേട്ടോ. എവിടെ പോയ ആന? എന്നിട്ട് അത് വന്ന കറക്റ്റാ വരും ഇങ്ങോട്ട്. ആ ചുള്ളിക്കമ്പനാണ്. ചുള്ളിക്കൊമ്പന ചിലപ്പം കഴിച്ചിലാണ്. അത് അടുത്തൊരു സാധനമാണ്. നിങ്ങള് നായക്കര, കാട്ടു നായക്കരാട്ടോ അതില് അതുപോലെ വീട് കണ്ടോ? ആ നമ്മളവിടെ കുറുമൊരു പണിയൊക്കെ ഉണ്ട്. നായക്കരും ഉണ്ട്. കെണിയമ്മേൽ ഇവിടെ തന്നെ. നമ്മള് 3-ാം നമ്പർ. രാത്രി ആകുമ്പോ മേലെ പോയിട്ട് താമസിക്കാം. എല്ലാരും പോകും. ഇതുപോലെ വീട് കണ്ടില്ലേ. ആനകള് ഇപ്പോഴും പാടെ ഇവിടെ വന്നീനെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ കുറച്ച് മുമ്പ് വരെ. അതുകൊണ്ട് പോലെ അതിനും വേണ്ടിയിട്ട് ആനകൾക്ക് ഒരു സേഫ്റ്റിക്കും വേണ്ടിയിട്ടാണ് പോലെ ആ ഏർമാടം. അതുപോലെ രാത്രി ആകുമ്പോൾ കുട്ടികളെ കൊണ്ട് മേലെ പോയി കിടക്കണം. ഏർമാടത്ത് കയറുന്നില്ല. ഇവിടെ പണി നടന്നു കൊടുക്കുന്ന ഒരു ചെറിയ ഏർമാടുണ്ട്. ആ മേലിൻ്റെ മേലെ അതിന് കയറിയേക്കാം നമുക്ക്. ജസ്റ്റ് അതിന് മേലെ കയറിയാൽ നല്ല വ്യൂ ഇല്ലായിരുന്നു. കയറടാ, ഇതിൽ സുഖമായിട്ട് കയറാം.
ഇങ്ങനെ നമ്മൾ ഈ ഏർമാടത്തിൻ്റെ മേലെത്തിട്ടോ. ഇത് പണി കഴിഞ്ഞിട്ടില്ല, ഇത് പണിയണുള്ളൂ. ഏകദേശം ചെക്കൻ കയറിയിട്ട് പകുതിക്ക് ഇറങ്ങി പോകണുണ്ടോ. കേരള മേലെ കേരള. നിൽക്കണുണ്ടോ അല്ല വീട് ഇതിൻ്റെ മേലെ താമസിക്കണമെന്ന് ആലോചിച്ച് നോക്കി. ഏതല്ലേ മേൽഭാഗം ഫുള്ളായിട്ട് ഇപ്പം തന്നെ ഫുൾ തണലാട്ടോ. ഏത് വേനൽക്കാണെങ്കിലും കിടക്കാൻ ഇവിടെ കിടക്കുന്ന ഒരു ഫീലിങ് എത്ര ഇതിൽ AC കിടന്നാലും കിട്ടൂല. എന്തോ ഒരു പീസ്ഫുൾ അറിയ സ്ഥലം. നല്ല ഇളം കാറ്റും പിന്നെ ഫുള്ള് നമ്മളെ കാട്ടിലെ സൗണ്ട്, അരുവിയാളതും കിളികളതും. അടിപൊളിയൊരു സ്ഥലം. ആനൻ്റെ കാര്യം പിന്നെ പറയാൻ പറ്റില്ല. ഒന്ന് അടിച്ചു പോയി പിന്നെ മധുരം പോകും, എല്ലാം പോകും. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ തന്നെ നമുക്ക് എങ്ങനെയെങ്കിലും നേരത്തിൽ തപ്പിക്കാം. ഞങ്ങൾ 4 ദിവസം ജീവിക്കണമെങ്കിൽ കണ്ടോ ഇങ്ങനെ ഇങ്ങനത്തുള്ള മക്കളൊക്കെ ഉള്ളതാണ്. ശരിയാ. ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. നമ്മളിപ്പോ കണ്ട എല്ലാ ട്രൈബ്സിനും അവിടെ കറണ്ട് കാര്യങ്ങൾ പുതിയ വീടൊക്കെ വന്നു തുടങ്ങിയത്. ഇവര് ആനന്റെ ശല്യം കൊണ്ടാണ് അവര് ഈ ഏർമാടത്ത് താമസിക്കുന്നത്. ഇവർക്ക് കറണ്ട് ലൈൻ ഇതിൽ വരെ പോകുന്നുണ്ട്, പക്ഷെ കറണ്ട് ഓൽക്കില്ല കേട്ടോ. വീട് പണിക്കുള്ള ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട് വെച്ചിരിക്കണേ. എത്ര കാലം ഇട്ട് വെച്ചിട്ട് ആ തറ ഇട്ട് വെച്ചിട്ട്? 3 കൊല്ലം കഴിഞ്ഞില്ലേ? 3 കൊല്ലം കഴിഞ്ഞോ? പെട്ടെന്ന് കിട്ടുവയ്ക്കാറല്ലേ? എവിടെ പഞ്ചായത്തിൽ പോയി പറയുമ്പോൾ നാളേക്ക് വന്നിരുന്നൊക്കെ പാത്രം എവിടെ പിന്നെ പാത്ത് തന്നെ ഈ ഭാഗത്ത് ഇരുന്ന് കൂടി നോക്കലില്ല. അറിയാം അങ്ങനത്തെ മനുഷ്യന്മാരാണ്. ഞങ്ങൾ നടന്ന് മതിയായിക്കണേ. എന്നിട്ട് കെട്ടുകാരുമില്ല, ഒരു അമ്മപ്പിനെ ബദലും പറയുന്നില്ല. അങ്ങനെ ഞങ്ങൾ പെട്ടുപോയി. ഇവിടെ എത്ര കുടുംബമുണ്ട്? ഇവിടെ ഞങ്ങൾ രണ്ട് കുടുംബം മാത്രം. ഞാൻ ഇപ്പോൾ പറയുന്നത് ഒരു വീട് നന്നായി കിട്ടിയപ്പോൾ നമുക്ക് അതാണ് അവര് പറയണേ. ശരി ശരി, നമ്മളെ വീഡിയോയിൽ നമ്മൾ ഒക്കെ കാണിക്കുന്നുണ്ട്. ആരെങ്കിലും കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യട്ടെ അല്ലേ? നമ്മൾ ഇപ്പോൾ കണ്ട എല്ലാ ട്രൈബ്സിൻ്റെ അവിടെയും ഇവൽക്കില്ലേ അത്യാവശ്യം സഹായങ്ങളൊക്കെ ഇവിടെ എത്തിക്കണം. ഇവർക്ക് 3 കൊല്ലത്തോളമായിട്ട് ഒരു സഹായമല്ല. വീട് ഫൗണ്ടേഷൻ ഇട്ട് വെച്ചിട്ട് തന്നെ 3 കൊല്ലമായി എന്നാണ് പറഞ്ഞത്. അവർക്ക് 2 വീട് 3 വീടൊന്നും വേണ്ട, ഒറ്റ വീട് പണി കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നവർ പറയണം. നമ്മളിപ്പോൾ അടുത്ത് ഒരു ആദിവാസി കോളനിക്ക് എത്തിട്ടോ. നമ്മളെ ഏരിയയിൽ ഓരോ മലൻ്റെ മേലെയും ഇതേപോലെ കുറച്ച് കുടിലുകളായിട്ട് ആദിവാസികൾ താമസിക്കുന്നുണ്ട്. ഇതൊക്കെ നോക്കി, ഇതൊക്കെ ഓരോരുത്തർ താമസിക്കുന്ന വീടുകളാട്ടോ. ഇവിടെ അതാ തോന്നണം ആന നാസാക്കിയിരുന്നു. പോയേക്കാൻ മതി. അയ്യോ മോനെ, ഇതുണ്ടോ ഒരു കുടില് മൊത്തമായിട്ട് ആന ഒരു തുള്ളി പോലും ബാക്കിയില്ലാണ്ട് നശിപ്പിച്ചു. അതുപോലെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടോ. നിങ്ങളതിനു ചെക്കൻ്റെ ഓലോടെ പോയി? ഉള്ളിൽ പോയോ? എപ്പോഴാ വന്ന ആന? അതിപ്പോൾ 3 ദിവസമായി. 3 ദിവസമായോ? അപ്പം നിങ്ങളൊക്കെ എവിടെയായിരുന്നു? അല്ല ഇവിടുത്തെ ആൾക്കാർ അനിയനൊക്കെ നിങ്ങൾ അങ്ങോട്ട് മാറി ആന വന്നപ്പോൾ? അങ്ങനല്ല, ആനത് പൊളിക്കുമ്പോൾ ഇവിടെ ആളില്ല ഉണ്ടായിരുന്ന ഉള്ളിൽ
അതിൻ്റെ ഉള്ളിൽ നല്ല ഉറക്കാണ്. ഇതിൻ്റെ ഉള്ളിൽ ആരുമില്ലേനും? ഇല്ല, അന്ന് രസം വാങ്ങിയിട്ട് എല്ലാം സാറിന് വാങ്ങി വെച്ചു. ഇവിടെ വെച്ചു, അവിടെ പോയി കിടന്നുറങ്ങിയത്. ആന ഇവിടെ വന്ന് അയ്യോ. പിന്നെ പൊളിച്ച് കഴിഞ്ഞിട്ടാണ് മൂപ്പർ അറിഞ്ഞത് ചെക്കനെ. പൊളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭാഗ്യം അപ്പോൾ ഈ സമയത്ത് ഇവിടെ കിടക്കാന്നാണ്. എന്നാ അവനക്ക് എന്തോ ഒരു ഭാഗ്യം ഇവിടെ കിടക്കണ്ടത്. ഇതും പിന്നെ അവിടെ ഒരു വീടുണ്ട് കേട്ടോ. അവിടെ ഒരു ചെറിയ കുടിലുണ്ടല്ലോ, ഒരു റേഷൻ അരിയൊക്കെ വാങ്ങിയിട്ട് ഇവിടെ വീട്ടിൽ വെച്ചിട്ട് ഒരു ഈ ചെറിയ കുടിലിൽ വന്ന് എന്തോ ഭാഗ്യത്തിനൊന്ന് കടന്നാണല്ലോ. ഇതിൻ്റെ കുടിലുണ്ടോ? നമ്മളിപ്പോൾ എത്ര കുടിലുകൾ കണ്ടുല്ലേ. ഇത് അതേപോലത്തെ ഒരാൾക്കാരെ കുടിലാണ്. ഈ കുടിലാണ് കേട്ടോ ഓലെ ജീവൻ രക്ഷിച്ച. ഓല ആ വീട്ടിൽ കിടക്കാണ്ട് ഇവിടെ വന്ന് കിടന്നാണല്ലോ. ആന വന്നിട്ട് പൊളിച്ച് കഴിഞ്ഞിട്ടാണല്ലോ ആളെ അറിയുന്നത്. അത് റേഷനരിയൊക്കെ ഉണ്ട് അതിനുള്ളിൽ നിന്ന്, അത് മൊത്തം തിന്നിട്ടാണ് ആന പോയതെന്ന്. അതുകൊണ്ട് അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കിടക്കുന്നുണ്ടോ. ശരി, കാണാം. ഇവിടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കേണ്ടതാണ്. ഇത് നമ്മളെ കൂടെ മൊത്തം കാണിച്ചു തരാൻ വേണ്ടി ഉണ്ടായിരുന്നു. അടുത്ത നല്ല അടിപൊളി വീഡിയോസായിട്ട് നമുക്ക് കാണാം.